ഹായ് അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ല ടേസ്റ്റിയായ അതുപോലെ തന്നെ നല്ല സോഫ്റ്റായ ലഡു തയ്യാറാക്കുന്ന റെസിപ്പി ആയിട്ടാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് കടയിൽ നിന്നും വാങ്ങുന്ന അതേ ഒരു ടേസ്റ്റിൽ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. ലഡുവൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർ തീർച്ചയായും കാണേണ്ട വീഡിയോ തന്നെയാണ്. കാരണം കുറഞ്ഞ ചേരുവകൾ കൊണ്ട് നമ്മൾ പെട്ടെന്ന് ചെയ്തെടുത്തിട്ടുള്ളതാണ്. കടകളിൽ നിന്ന് വാങ്ങുന്ന അതേ ഒരു രുചി തന്നെയാണ്. നല്ല സോഫ്റ്റാണ്. അതുപോലെ തന്നെ ആർക്ക് വേണമെങ്കിലും തയ്യാറാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാം. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാം. ലഡു തയ്യാറാക്കാനായിട്ട് മെയിനായിട്ട് വേണ്ടത് തന്നെ കടലപ്പൊടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിതിലേക്ക് 2 കപ്പ് കടലപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. 250 ml കപ്പിനാണ്. നിങ്ങളുടെ കയ്യിൽ കപ്പില്ലെങ്കിൽ ഗ്ലാസ് ആവും, അല്ലെങ്കിൽ വേറെ എന്ത് പാത്രമായാലും കുഴപ്പമില്ല. പിന്നീട് എടുക്കുന്ന അളവുകളൊക്കെ അതിനനുസരിച്ച് എടുത്താൽ മതി. കറക്റ്റ് അളവ് എടുത്താലേ നമുക്ക് കറക്റ്റായിട്ട് ലഡു തയ്യാറാക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഇനി ഇത്ര അധികം വേണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 കപ്പ് അളവിലും ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ച് ചേർത്താൽ മതി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ 1 കപ്പ് വെള്ളം എടുത്തിട്ട് അതിൻ്റെ പകുതിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നല്ലപോലെ മിക്സ് ആക്കിയതിൻ്റെ ശേഷം ബാക്കി ഒഴിച്ചു കൊടുക്കുന്നത്. മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കണ്ട, കുറച്ച് ഒഴിച്ചിട്ട് നമുക്ക് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ വിസ്ക് വെച്ചിട്ട് ചെയ്യുക, അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടിട്ട് നിങ്ങൾക്ക് അടിച്ചെടുക്കുകയും ചെയ്യാം. എങ്ങനെയാണെങ്കിലും ഒട്ടും കട്ടകളില്ലാതെ കിട്ടണം നമുക്ക് ഈ ഒരു ബാറ്റർ. 1 കപ്പ് വെള്ളം ഒഴിച്ചപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടി വേണം. അപ്പോൾ ഞാനൊരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മിക്സ് ആക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് പിന്നെ ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് നമ്മൾ ബൂന്തി തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബാറ്റർ തയ്യാറാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ വെള്ളം നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. ലൂസായി പോയിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് കിട്ടില്ല. അപ്പോൾ ഞാനിതിലേക്ക് മൊത്തത്തിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് 1.25 കപ്പ് വെള്ളമാണ്. പിന്നെ വേറെ കളറൊന്നും ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് ഫുഡ് കളർ വേണമെങ്കിൽ യെല്ലോ അല്ലെങ്കിൽ റെഡ് ഏത് കളർ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ വീട്ടിൽ നമ്മുടെ ആവശ്യത്തിന് തയ്യാറാക്കുക ആയതുകൊണ്ട് തന്നെ ഞാനിതിലേക്ക് കളറൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി നമുക്ക് ബൂന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിൽ ഓയിൽ ഒഴിച്ചിട്ട് നല്ലപോലെ ചൂടായതിന് ശേഷം ഇതുപോലത്തെ ഒരു തവി ഉണ്ടാവില്ല എല്ലാവരുടെ വീട്ടിലും, അങ്ങനെ ഹോൾസ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് മാവ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഒന്ന് ചുറ്റിച്ചെടുക്കണം, അപ്പോഴേ ഉള്ളൂ കറക്റ്റായി കിട്ടുള്ളൂ, അല്ലെങ്കിൽ കട്ട പിടിക്കും. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 30 to 35 സെക്കൻഡ് ആകുമ്പോൾ തന്നെ ഇത് കറക്റ്റായി കിട്ടും. ചെറുതായിട്ട് കട്ട പിടിച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമ്മളിത് മിക്സിയുടെ ജാറിലൊന്നും പൊടിച്ചെടുക്കേണ്ടതാണ്. അതുകൊണ്ട് ചെറുതായിട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. 35 സെക്കൻഡൊക്കെ ആകുമ്പോൾ തന്നെ നമുക്കിത് കോരി മാറ്റണം, അല്ലെങ്കിൽ നല്ല ഹാർഡായി പോയാൽ നമ്മുടെ ലഡു ഹാർഡായി പോവും. ആദ്യം ഇട്ടത് ഞാനിവിടെ കോരി മാറ്റിയിട്ടുണ്ട്. അടുത്തതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിവിടെ ബൂന്തി തയ്യാറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ 1-2 ചെറിയ കട്ടകളുണ്ട്, അത് കുഴപ്പമില്ല. അല്ലാതെ കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഏതായാലും മിക്സിയുടെ ജാറിൽ ഇതൊക്കെ ഒന്ന് പൊടിച്ചെടുക്കുന്നതാണ്. നമ്മൾ മാവിൽ വേറൊന്നും ചേർത്തിട്ടില്ല, ബേക്കിംഗ് സോഡയോ കാര്യങ്ങളൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഫൈനായിട്ട് പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല, തരിയോടുകൂടെ തന്നെ പൊടിച്ചെടുക്കണം. നമ്മൾ ലഡുവൊക്കെ കഴിക്കുമ്പോൾ അറിയാമല്ലോ, നല്ല ഫൈനായിട്ടുള്ളതൊന്നും അല്ലായിരിക്കും, ചെറിയ തരികളോടുകൂടി തന്നെ ആയിരിക്കും. നല്ല ചൂട് പോയതിൻ്റെ ശേഷം മാത്രം നിങ്ങളത് പൊടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ മുഴുവനായിട്ടും പൊടിച്ചെടുത്തിട്ടുണ്ട്. പൊടിച്ചപ്പോൾ ഞാനൊരു 1/2 കപ്പ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി പൊടിക്കാതെ ഇതിലേക്ക് ചേർക്കാനാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ ലഡു വാങ്ങി കഴിക്കുമ്പോൾ ഇടയിൽ ഇങ്ങനെ പൊടിക്കാത്ത ഉണ്ടാവുമല്ലോ, ബൂന്തി പോലെ കിടക്കുന്നുണ്ടാവുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് അങ്ങനെ വേണ്ടെങ്കിൽ മുഴുവനായിട്ടും പൊടിച്ചെടുക്കാം. ഇനി നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഇനി നമുക്ക് കുറച്ച് പഞ്ചസാര ലായനി ഉണ്ടാക്കണം. പഞ്ചസാര ഞാൻ എടുത്തിരിക്കുന്നത് നമ്മൾ ആ കടലപ്പൊടി എടുത്ത അതേ കപ്പിന് തന്നെയാണ്. 250 ml കപ്പിന് 1.5 കപ്പ്. ഇനി കപ്പില്ലെങ്കിൽ ഗ്ലാസ് ആണെങ്കിൽ 1.5 ഗ്ലാസ് എടുക്കുക നിങ്ങൾ. എന്നിട്ട് അതിലേക്ക് 1 കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നല്ലപോലെ ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് വരണം. 1.5 കപ്പ് പഞ്ചസാര അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും. ലഡുവിനൊക്കെ നല്ല മധുരമാണല്ലോ. ഇനി നിങ്ങൾക്ക് മധുരം കുറച്ചും കൂടെ വേണമെങ്കിൽ കൂട്ടാട്ടോ. ഇതന്നെ കറക്റ്റ് അളവാണ്. അത് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്, പഞ്ചസാരയൊക്കെ നല്ലപോലെ അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ ബൂന്തി പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
ഇത് ചേർത്ത് കൊടുക്കുന്ന ടൈമിൽ കുറച്ച് വെള്ളം പോലെ ആയിരിക്കും കേട്ടോ. അപ്പോൾ കുഴപ്പമില്ല, നമുക്കതൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോഴേക്കും തന്നെ നമ്മുടെ ഈ ഒരു പഞ്ചസാരയൊക്കെ ഈ ഒരു എന്താ പറയുക ഈ ഒരു പൊടിയിലേക്ക് നല്ലപോലെ ഒന്ന് പിടിക്കും. അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് വെള്ളം അധികം വെക്കുന്നത്. വെള്ളം അധികം വെച്ചിട്ടില്ലെങ്കിൽ പെട്ടെന്ന് ഡ്രൈ ആവും ചെയ്യും, മധുരം നല്ലപോലെ പിടിക്കൂല. അപ്പോൾ ഇതാ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇത് പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടും. അപ്പോൾ ഇതാ ഇതുപോലെ ആയിട്ടുണ്ട്. ഒന്നും കൂടി നമുക്കൊന്ന് വെള്ളം ഒന്ന് വലിഞ്ഞ് കിട്ടണം. നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കരുത്, അതുപോലെ തന്നെ കൂടുതലായിട്ട് ഡ്രൈ ആക്കി എടുക്കരുത്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലഡു സോഫ്റ്റ് ആവില്ല, ഹാർഡായി പോവും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ചെയ്തെടുക്കുക. നമുക്ക് കറക്റ്റ് പരുവം കണ്ടാൽ തന്നെ അറിയാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു 2-3 ടീസ്പൂണോളം നെയ്യാണ്. ലഡുവിനൊക്കെ ഒരു നെയ്യിൻ്റെ ഫ്ലേവർ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഏകദേശം ഇവിടെ ആയിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 2 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് റെഡിയായി കിട്ടും. അപ്പോൾ ഇത്ര മതി. ഇനി കൂടുതലായിട്ടുണ്ടെങ്കിൽ ഹാർഡായി പോവും. ഇനി തണുത്ത് കഴിയുമ്പോൾ നമുക്കിത് ഉരുട്ടിയെടുക്കാൻ കറക്റ്റ് പാകമായിരിക്കും. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് വെക്കാം. അപ്പോൾ അതാ നമ്മൾ കയ്യിൽ പിടിക്കാൻ പാകത്തിനുള്ള ചൂടായിട്ടുണ്ട്. നല്ല തണുക്കണീൻ്റെ മുന്നേ നമുക്കിത് ഉരുട്ടിയെടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഉണക്കമുന്തിരിയാണ്. അത് നെയ്യിലൊന്ന് വറുത്തെടുത്തതാണ്. നല്ല കറുത്ത കളറുള്ള മുന്തിരിയാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് കാഷ്യൂനട്ട് വറുത്തത് പൊടിച്ചിട്ട് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാനതൊന്നും ചേർക്കുന്നില്ല, സിമ്പിളായിട്ടാണ് ചെയ്തെടുക്കുന്നത്. ഇനി നമ്മൾ ഇതൊന്ന് ഉരുട്ടിയെടുക്കണം. ഉരുട്ടിയെടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നെയ്യൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിൽ നമ്മൾ നേരത്തെ നെയ്യ് ചേർത്തുകൊണ്ട് തന്നെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കൂല. അപ്പോൾ ഞാനിവിടെ ഉരുട്ടിയെടുക്കുന്ന ലഡുവിൻ്റെ വലുപ്പം എന്ന് വെച്ചാൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ കിട്ടുന്ന ഒരു ലഡുവില്ലേ, ആ ഒരു വലുപ്പത്തിൽ തന്നെയാണ് ഏകദേശം ഞാനിവിടെ തയ്യാറാക്കിയിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി വലുപ്പം കൂട്ടാം, അല്ലെങ്കിൽ ഇതിൻ്റെ വലുപ്പം കുറക്കും ചെയ്യാം. അപ്പോൾ ഇത് ഞാനിവിടെ ഉരുട്ടിയെടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ളത്. ഇപ്പോൾ ചെറിയൊരു ചൂടുണ്ട്. ഇനി നല്ലപോലെ തണുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ആ കടയിൽ നിന്ന് വാങ്ങുന്ന ലഡുവിൻ്റെ അതേപോലെ തന്നെ നമുക്ക് കിട്ടും. ഇതിൽ നമ്മൾ കളർ ചേർത്തിട്ടില്ല, എന്നാലും നമുക്ക് ആ ഒരു നാച്ചുറൽ ആയിട്ടുള്ള കളർ ഇതിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ലഡുവിന് നല്ലൊരു മഞ്ഞ കളർ ഉണ്ടാവുമല്ലോ, അതില്ലാന്ന് തന്നെ ഉള്ളൂ, എന്നാലും അത്യാവശ്യം കളറുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് മുഴുവനായിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കണം. അപ്പോൾ നിങ്ങൾ നോക്കിയേക്കാം എത്ര എളുപ്പത്തിലാണ് നമ്മൾ ഈ ഒരു ലഡു തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. നമുക്ക് കുറച്ച് സാധനങ്ങൾ മതി, ഒരുപാടെണ്ണം നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. വെറും 2 കപ്പ് അളവിലാണ് ഞാനിവിടെ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ലഡുവിൻ്റെ വലുപ്പത്തിനനുസരിച്ചായിരിക്കും ഇതിൻ്റെ എണ്ണമൊക്കെ. ഞാനിവിടെ നോർമൽ സൈസിലാണ് തയ്യാറാക്കിയിട്ടുള്ളത്, അതുകൊണ്ട് ഇത്ര എണ്ണം കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചെറുതുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഉണ്ടാക്കിയെടുക്കാം. ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ലഡു റെസിപ്പിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഉപകാരപ്പെട്ട ഒന്ന് ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക.